കുക്കിംഗ് അല്ലാതെ ഇന്ന് അമ്മ വീട്ടിൽ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ അതാണ് നമ്മുടെ വീഡിയോയിലൂടെ ഇന്ന് കാണിക്കുന്നത്. നീ ചെയ്യാൻ പോണ പണി കാണണോ? പണ്ടത്തെ അലക്കുകല്ല് എത്ര വർഷം പഴക്കമുള്ളതല്ലേ? അമ്മച്ചിയുടെ കാലഘട്ടത്തിലുള്ളതാ. ഞാൻ വരുമ്പോ ഈ കല്ല ഇവിടെ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക. പിന്നെ എന്നാക്കാ നീ പേര് പറഞ്ഞു, എനിക്കതിന്റെ പേര് അറിയില്ല. അങ്ങനെയുള്ളതൊക്കെ മേടിക്കുക, കഴിക്കുക. എല്ലാവരും പറയും, ഞാൻ ഉൾപ്പെടെ പറയും, വല്ലാത്ത പാടാ മിറ്റടിക്കാനൊക്കെ. പക്ഷെ നീ പറഞ്ഞ പോലെ മരങ്ങളുടെ ഗുണം അറിയണമെങ്കിൽ വേനല് പറഞ്ഞു ദൃശ്യം കാണിച്ചു തരാം. ദൃശ്യം അങ്ങനെയൊക്കെ എനിക്ക് വായി തോന്നണൊക്കെ ചൂടുകാലത്ത് വന്ന് കണ്ടേരെ. വെള്ളം കളക്ട് ചെയ്ത് വെച്ചേക്കണം. ഞാൻ കഴിയില്ല. ഓ, ഈ ടാങ്ക് മൊത്തം വേനലിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻ എങ്ങനെയുണ്ട്? അതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയൂട്ടോ. അപ്പൊ പുല്ല് പാണിക്കിനെ കണ്ടാ മതി. ദേ ഇങ്ങനെ ചുളിച്ച് കിടക്കണോന്ന്. ദേ ഓ, എന്തിനാന്നറിയാമോ? നീ ചെയ്യാൻ പോണ പണി കാണണോ? ഒരു നൈറ്റ് ഇതേ മാറിയതാ രാവിലെ. ചൂടായതുകൊണ്ടേ കംപ്ലീറ്റ് ഏർപ്പാ. അതെ, ബക്കറ്റിലേക്ക് സ്വല്പം സോപ്പ്. ഞാൻ ചെയ്യണ കാര്യം കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് വാട്ട് അമ്മ ഡിഡ് ഇൻ എ ഡേ അതർ ദാൻ കുക്കിംഗ്. അതെ, കുക്കിംഗ് അല്ലാതെ ഇന്ന് അമ്മ വീട്ടിൽ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ അതാണ് നമ്മുടെ വീഡിയോയിലൂടെ ഇന്ന് കാണിക്കുന്നത്. മുക്കി വെക്കട്ടെ. ബക്കറ്റിൽ മുക്കി വെച്ചേച്ച ഒരു അരമണിക്കൂർ ഇരിക്കണം അതിന്റെ ചെളിയും ഇതുമൊക്കെ കുതിരാനായിട്ട്. എന്നിട്ട് അതിന് ശേഷം കല്ലേ കൊണ്ടുപോയി തല്ലി അങ്ങ് അലക്കണം. മെഷീനിലും ഇതിലൊന്നും അല്ല, മെഷീൻ ഉപയോഗിക്കാറില്ല. നമ്മൾ കല്ലിലാണ് അലക്കണേ. കൂടുതലും അലക്കണത് മറ്റുള്ളവർ പണിയാൻ വന്നവർ വരുമ്പോഴാണ്. ഞാനിപ്പോൾ ഓരോന്നിങ്ങനെ വേനലാകുമ്പോൾ ഒരു ദിവസം ഉറപ്പായിട്ടും 2 കുപ്പായ ഉറപ്പാ. വീഡിയോ എടുക്കണ ദിവസം 2-ന് പകരം വേറക്കുമ്പോ ചിലപ്പോ 3 ഇട്ടെന്നിരിക്കും. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ ഇച്ചിരി സോപ്പ് പൊടി ഇട്ടേച്ച് കല്ലേ കൊണ്ടുപോയി ഒന്ന് കല്ലേല് അലക്കണ കാണിക്കാം. കുത്തി അലക്കിയ ചായയെ കൊണ്ടുപോയിട്ടാ വേഗം ഉണങ്ങി കിട്ടും. കൂട്ടിയിട്ടാ പിന്നെ പാടാ. പിന്നെ അവര് വരുമ്പോ അല്ലാതെ ഓർഡിനറി അലക്കാനുണ്ടാവും മറ്റു കാര്യങ്ങൾ. ഓക്കെ, ഇനിയിപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. ആ സമയം വേറെ എന്തെങ്കിലും ഞാൻ ചെയ്യാം. കുതിർന്നിട്ട് വേണം അലക്കാൻ. ശരി, എവിടെയാ പോയാ? അലക്കല് കഴുകാൻ നെയ്റ്റ് തല്ലിയിടാം. നെയ്റ്റ് തല്ലാൻ പോവാം. ബക്കറ്റിലേക്ക് വെച്ച് ഇച്ചിരി വെള്ളം കൊണ്ട് അങ്ങ് പോവാട്ടോ. പിന്നെ തല്ലുമ്പോ എൻ്റെ കൂടെ പോരെ. അലക്കുകല്ലേ വേനൽക്കാലായതുകൊണ്ട് ഈ കാക്കയൊക്കെ വന്നിരിക്കും. ഈ മരങ്ങളും ചുറ്റും പുറം നിൽക്കില്ല. ഞാൻ വീണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുണി തല്ലണേനും എപ്പോഴും ഒന്ന് കഴുകിയേച്ച് ചുമ്മാ വെള്ളം ഒഴിച്ച് കഴിയാൽ മതി. ചുമ്മാ എന്നാൽ കഴുകിയേച്ച് തുണി തല്ലാനും കൂടെ അല്ലെങ്കിൽ എന്നൊക്കെ അതിനകത്ത് വന്നിരിക്കണേന്ന് അറിയില്ല. പണ്ടത്തെ അലക്കുകല്ല് എത്ര വർഷം പഴക്കമുള്ളതല്ലേ? അമ്മച്ചിയുടെ കാലഘട്ടത്തിലുള്ളതാ. ഞാൻ വരുമ്പോ ഈ കല്ല ഇവിടെ അന്ന് ഇവിടെ അല്ല ഇട്ടായിരുന്നേ, ആ വശത്തായിരുന്നു. എന്നാ ഒരപ്പര പണിതിട്ടില്ല. പിന്നെ ഒരപ്പര പണിത് കഴിഞ്ഞപ്പോ കല്ലൊക്കെ അവിടെ നിന്ന് മാറ്റിയില്ല. ഇനി ആശാരി വരുമ്പോഴേ ഒരു ഇഷ്ടിക വെച്ചൊരു തട്ടം പോലെ ഉണ്ടാക്കണം. ജയൻചേട്ടൻ ഉണ്ടാക്കിയിട്ടില്ല സ്വയം. എന്നിട്ട് അതിന്റെ മീതെ കല്ലെടുത്ത് വെക്കണം. അപ്പൊ നല്ല പിന്നെ ഇതിങ്ങനെ ഊർന്നു പോകില്ല. എന്തെങ്കിലും പണിക്ക് വരുമ്പോ ചെയ്യിക്കണം. അതിനു വേണ്ടി മാത്രം നിർത്താൻ പറ്റൂല്ലോ. തെറിക്കരുത് കേട്ടോ. കാടിന്റെ അഭിമുഖമായിട്ട് നിന്നിട്ടാണ് അമ്മ അലക്കണത്. ഇതൊക്കെ പണ്ട് കാലത്തെ കാര്യങ്ങളല്ലേ വീടുകളിലെ. ഇപ്പോഴും നമ്മുടെ പോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള വീടുകളിൽ അലക്കിയാലും പരിപാടിയൊക്കെ ഉണ്ടാവും. അതെ, അല്ലാത്തവരൊക്കെ എല്ലാരും തന്നെ മിഷ്യൻകാരാണ് ഇപ്പൊ. എന്നാലും കല്ല് ഞാൻ പറഞ്ഞില്ലേ, മിഷ്യൻ ഉണ്ടെങ്കിലും സാധാ നിലവാരത്തിലുള്ള വീടുകളിലൊക്കെ ഒരു അലക്കല് മിക്കവാറും ഉണ്ടാവേണ്ടതാണ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുന്നതാട്ടോ. പറയണ എങ്ങനെയാന്ന് പറയുമ്പോ തുണി ഇങ്ങനെ അങ്ങ് പിഴിഞ്ഞേച്ച തെറിക്കും മറിയും. ഞാൻ പാണിക്കിനെ കണ്ടാ മതി. ഇതേ ഇങ്ങനെ ചുളിച്ച് കിടക്കണോന്ന്. ഇതേ ഇങ്ങനെ. അത് ശരി. എന്തിനാന്നറിയാമോ? വേലിമാമ പറയണതാണോ? വേലിമാമയും ജാനകിമാമയും വല്യപ്പച്ചനെയും ഞങ്ങളുടെ തുണി അലക്കണ അവരായിരുന്നു. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാ പടോന്ന് അടിച്ചു കഴിഞ്ഞാൽ തുണി പൊളിഞ്ഞു പോകും. ഇങ്ങനെ ചുളുക്കി അലക്കുമ്പോ തുണി കീറൂല. തുണിയിലെ ചെളിയും പോകും. അങ്ങനെ പഴയ അറിവുകൾ. ഇത് നല്ല അറിവാ. അത് എനിക്ക് അനുഭവത്തിൽ നിന്ന് ഉണ്ടത്. പിന്നെ ഇവിടെ അമ്മച്ചി ഇങ്ങനെയായിരുന്നു. മുണ്ടും ചട്ടയില്ലേ അമ്മച്ചിയുടെ ഡ്രസ്സ്. അമ്മച്ചി അലക്കുമ്പോ ഇങ്ങനെയായിരുന്നു.
ഇപ്പൊ ഇങ്ങനെ പറന്ന് കേൾക്കൂലെന്ന്. മതി തല്ലിയത്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒന്ന് ഇട്ടേച്ച് തല്ലണതാ. ചെളിയൊന്നും കാണില്ല. വേർപ്പ് പോരെ. കാടിന് അഭിമുഖമായി നിക്കണം. നല്ല രസാ. ദേ കണ്ടോ ഫുൾ കാട്. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. കാടുണ്ടെന്നോർത്ത് എനിക്ക് കാട് ഇഷ്ടമല്ല. കാടുണ്ടെന്നോർത്ത് ഞങ്ങളുടെ മുറ്റത്തിന് പുറത്തോ വനവും കാടും ഒന്നും കുറച്ച് ദൂരെയായിട്ട് കാടുകളുണ്ട്. കാരണം കൂടുതൽ പ്രോപ്പർട്ടി ഉണ്ടാകുമ്പോൾ എപ്പോഴും വെട്ടിത്തെളിക്കല് പ്രായോഗികമല്ല. അപ്പൊ ഒരു പരിസരം ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ ബാക്കി ഭാഗത്ത് കാടൊക്കെ ആയിട്ട് കിടക്കും. പറഞ്ഞിട്ട് കാര്യം. അല്ലെങ്കിൽ റബ്ബർ മരങ്ങളാണെങ്കിൽ അതിൽ കാട് പിടിക്കില്ല. റബ്ബർ മരം ഉള്ളിടത്ത് കാടുണ്ടാവില്ല. കളപ്പയർ കയറ്റൂല. ഓർക്കണം. അങ്ങനെ. ഓക്കെ. സോപ്പിന്റെ പതപ്പ് പോകുന്ന വരെ അലമ്പണം. അല്ലെങ്കിൽ സോപ്പിന്റെ മണം വരും. ഇതൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞു തന്നെ വിവരങ്ങളാട്ടോ. അതിൽ നിന്ന് പഠിച്ചു വെച്ചേക്കുന്നതാണ്. എല്ലാം അനുഭവങ്ങളല്ലേ നമുക്ക്. അമ്മ ഇപ്പൊ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി നല്ലതാണ്. ഇന്നാള് ഞാൻ എടുത്തപ്പോ എനിക്ക് നല്ല സ്മെല്ല് തോന്നിയത്. എന്നാ കളർ അതിന്റെ? വൈറ്റ് കളർ. വൈറ്റ്. നല്ല മണം അതിന്. അപ്പം ലെമണിന്റെ ആയിരിക്കും. അതെ 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 അതെ. ഓരോ പ്രാവശ്യം നല്ല മണം അതിന്. ഇന്നാളെ ഞാൻ അത് അലക്കാൻ എടുത്തപ്പോ നല്ല സ്മെല്ല് തോന്നി. ഇനി നമുക്ക് വിരിച്ചിടാം. കൊടയത്തേട്ടോ. എങ്ങനെയാണ് പണ്ടൊരു സിനിമയിൽ ഇങ്ങനെ കൊടയുമ്പോ വെള്ളം തെറിക്കും. അത് നന്നായിട്ട് പിഴിഞ്ഞുണങ്ങാൻ വേണ്ടി. അത് കിട്ടുമോന്നറിയാനാ ഞാൻ നോക്കിയത്. പക്ഷെ വെള്ളത്തോട് കൂടി അത് അപ്പയുടെ പശു മുക്കണ മുണ്ടില്ലേ, അത് മുക്കമ്പോ വേണമെങ്കിൽ അത് കുഞ്ഞോള് വരുമ്പോഴേ അലക്കണത്. ആ വെള്ളം ഇങ്ങനെ പറന്നു വരും. നല്ല രസമാണ്. കൊണ്ട് അലക്കിച്ചേച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് പശ മുക്കിയേച്ച് അങ്ങനെ വെള്ളത്തോട് കൂടി ഇവിടെ ഇടാം. വെയിലുണ്ട്. വെയിലുള്ളവിടെ നോക്കിയിട്ടാലും നോക്കിക്കോട്ടോ. വേണമെങ്കിൽ മറിച്ചിടാം. പക്ഷെ മറിച്ചിടേണ്ട കാര്യമില്ല. ഇതൊക്കെ പഴയ കുപ്പായങ്ങളാണ്. മറിക്കേണ്ട കാര്യമില്ല. ഇനി അവിടെ കിടന്ന് ഉണങ്ങട്ടെ. ഓക്കെ. ഉണങ്ങിയ പാത്രം എടുക്കുക. അത് സ്ഥിരമുള്ള പരിപാടിയാ. ഇത് വെയിലത്തേക്ക് വെക്കാം. കിണറങ്കല്ലിൽ വെച്ചാലേ വേഗം ഉണങ്ങി കിട്ടും. ഡയറക്റ്റ് വെയിലാ. ഈ വർഷത്തെ ആദ്യത്തെ ചക്ക. അതായത് ഇത് മുകളിൽ കിടന്ന ഒരു ചക്ക കറുപ്പ കളറ് കണ്ടുകൊണ്ട് ഇട്ട് വെച്ചതാ. ഏതായാലും വരഞ്ഞു വെച്ചത് കൊണ്ട് കൂഴച്ചക്ക പഴുത്തിട്ടുണ്ട്. അപ്പൊ അകെ എങ്ങനെയാണെന്നൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇനി ഉണങ്ങി വരണ്ടിരിക്കണതാണ്. ഏതായാലും സ്മെല്ല് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് പൊളിച്ചു നോക്കാം. ഈ വർഷം ചക്ക കഴിക്കാത്തവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ചക്ക മുറിക്കുകയാണ്. ശരിയാ. മൂത്ത ചക്ക ഈ ഒരെണ്ണം ഉള്ളൂ. ഇനി കിടക്കണ ഇടിഞ്ചക്ക പാകത്തിനുള്ള ഒരു 8-10 കിടപ്പുണ്ട്. അപ്പൊ അതൊന്ന് സൂം ചെയ്തോ. നേരം കാണാം ഏത് പരുവത്തിലാണ് ഇനി കിടക്കണേന്നുള്ളത്. ഇത് ഏറ്റവും ആദ്യം എങ്ങാണ്ട് ഉണ്ടായി കിടന്ന കേട്ടോ. മോളിൽ കിടന്ന അപ്പൊ പച്ചയോട് കൂടി ഇട്ടതാ. നോക്കാം നമുക്ക് എങ്ങനെയാന്നുള്ളത്. നല്ല മണം തന്നെ ഉണ്ട്. ഏതായാലും എനിക്ക് അരിവാള് കൊണ്ടേ പൊളിക്കാൻ അധികം വശമില്ലാത്തോണ്ടാണ് ഞാൻ കത്തി എടുക്കണം. അരിവാള് എനിക്ക് തീരെ വശം പോരാ. പച്ചച്ചക്കയാണെങ്കിൽ കോടാലിയും കടിയാൻ കിട്ടും. അത് നിനക്കറിയാലോ. അതെനിക്കറിയാം. അത് ഇഷ്ടംപോലെ വീഡിയോയിലും കണ്ടിട്ടുണ്ടല്ലേ. ചക്ക ഇടണത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നീ ഇല്ലായിരുന്നു. പകലിട്ട് മുട്ടക്കൊണ്ടെന്ന് തോന്നണം. നല്ല മണം. രാവിലെ അധികം മണയില്ലായിരുന്നു. പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോ മണം കൂടിക്കൂടി വന്നു. അതുകൊണ്ടാണ് നമ്മൾ പൊളിക്കാന്ന് വെച്ചത്. അതെ. സൂപ്പറാ. അടിപൊളി. ശരിക്കും മൂത്തതാട്ടോ. ശരിക്കും മൂത്തതാ. ചക്ക കണ്ടിട്ട് കൊതി വന്നുണ്ടോ? ഇത് നമുക്ക് നമുക്ക് എന്തായാലും പഴുപ്പെടുക്കണം കേട്ടോ. ഇതിന്റെ പഴുപ്പെടുക്കാൻ നാളത്തേക്ക് പഴുപ്പെടുക്കാറാവുമായിരിക്കും. നോക്കാം നമുക്ക്. എന്തായാലും കുറച്ച് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. നല്ല വാസനയായി കൂഴച്ചക്കയ്ക്ക്. നല്ല മണമുണ്ട്. നമ്മുടെ കൂഴച്ചക്കയ്ക്ക് ഒരു പ്രത്യേക വാസനയാണ്. പക്ഷെ കുറവാ എത്തണം. ഒരുപാട് ഉണ്ടാവാറില്ല. തീരെ ഉണ്ടായിട്ടില്ല എത്തണം. ഈ കാലാവസ്ഥയുടെ ഇതുകൊണ്ടായിരിക്കും. ചൂടും അന്യായം ചൂട്. കണ്ടോട്ടോ. പൊളിച്ചിങ്ങനെ എടുക്കാം. നീ ഇങ്ങനെ അടർത്തി വെക്കാൻ നിനക്ക് തിന്നണം. ഇതിൽ നിന്ന് തിന്നണം ഏറ്റവും രസം. മുരിഞ്ഞ് തന്നെങ്കിൽ ഉരിഞ്ഞു തരാം.
അമ്മ 2 എടുത്ത് തിന്നു നോക്കി. മധുരം ഉണ്ടോ? ഞാൻ കുറച്ചധികം തിന്നും. ശരിക്കില്ലേ വരിക്കച്ചക്ക പോലെ ഇരിക്കുന്നുണ്ട്. അതെ 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 അതെ. മധുരം ഉണ്ടോ? നല്ല മധുരം, നല്ല മധുരം. ഇന്ന് അമ്മയ്ക്ക് കൊതി കിട്ടും കൊറേ പേരുടെ. അത് കിട്ടും. കുറച്ച് ഭാഗം ഉണങ്ങിയ പോലെ ഉണ്ട്. ഫുൾ പഴുക്കാത്തോണ്ടായിരിക്കും. അല്ല, ഈ ഉണങ്ങിയ കറുത്തിരിക്കുന്ന ഭാഗമാണ് ഉള്ളത്. ആ ശരിയാണല്ലോ. അത് ഉണക്കൊണ്ടാന്ന് എനിക്ക് തോന്നണത് കേട്ടോ. ഭയങ്കര ചൂടൊക്കെ അല്ലേ. ഉരിഞ്ഞ വരിക്കച്ചക്ക പോലെ ഇപ്പൊ ഇതിരിക്കുന്നത്. അതെ 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 അതെ. ആ പ്ലേറ്റിങ് എടുക്കാവോ? പ്ലേറ്റ് എടുക്കാം. ഞാൻ ഇങ്ങോട്ട് വെച്ചാൽ മതി, ഞാൻ ഇട്ട് തരാം. തിന്നു കഴിഞ്ഞ് കുരു ഇതിൽ തന്നെ വെച്ചേരെ കേട്ടോ. മിന്ന ആയതുകൊണ്ട് കുരുവൊക്കെ പ്രഷ്യസാണ്. അതെ 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 അതെ. നല്ല കുരുവാ ഇതിന്റെ. നല്ല കുരുവാ. ഇന്ന് അപ്പ വരുമ്പോ എന്നാക്കിയാ കൊടുക്കുക? ബോളി ഉണ്ട്, പായസം ഉണ്ട്. അതൊക്കെ മേടിച്ചല്ലേ ബോളിയുടെ ഒപ്പം. കസ്റ്റാർഡ് ഉണ്ട്. ഇതുണ്ട്. ആ വൈറ്റ് കളറിൽ ഇരിക്കണല്ലേ. ഇങ്ങനെ ആവിക്കണേ. അതാ ഒരു സൈഡ് ചുളയുടെ ആവിച്ചിട്ടുണ്ട്. ചൂടുകൊണ്ടായിരിക്കും. ഇതിപ്പോ കംപ്ലീറ്റ് അമ്മയാണല്ലോ കഴിക്കണേ. ഒഴിഞ്ഞിടണേന്ന് ഞാൻ എടുക്കണില്ല. എടുത്തോ എടുത്തോ, കൊറേ ഉണ്ടല്ലോ. ഏതായാലും ഞാൻ ചുമ്മാ ഇതിന്ന് എടുത്തോളാം. എനിക്ക് ഏതായാലും കയ്യിൽ വിളങ്ങിനായില്ലേ. ആ ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ളമയം, ഉണങ്ങിയ കളർ അല്ലേ. ഉണങ്ങിയ നിറം. അത് ഞാൻ പറഞ്ഞില്ലേ, ഡ്രൈ ആയിരിക്കുന്ന ആ കറുപ്പ് രാശിയുള്ള ഇടാണ്. എല്ലാത്തിലും ഇല്ല. ചൂടുകൊണ്ടായിരിക്കും. എല്ലാത്തിലും ഇല്ല, എന്നാലും ഉണ്ട് പഴുപ്പ്. പക്ഷെ ഇതിന് 100 അധികം ഉണ്ടാവൂല, അല്ലെങ്കിൽ ചാറധികം ഉണ്ടാവൂല കേട്ടോ. ഉണങ്ങിയിരിക്കണോണ്ട് ചാറ് കിട്ടാൻ വളരെ സാധ്യത കുറവാ. ഡാർക്ക് യെല്ലോ കളറിലേക്ക് വന്നിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞ, അതല്ല ചാറ് കിട്ടൂലായിരുന്നു. ഞാൻ 100 പോലെ ഇരിക്കുമല്ലോ. കുറച്ചെങ്ങനെയെങ്കിലും എടുക്കാം. എനിക്ക് തോന്നണത് ചാറിന് ശ്രമിക്കാതെ ഇതിങ്ങനെ ആക്കി കുരു ഇങ്ങനെ മാറ്റി വെച്ച് ഇങ്ങനെ മിക്സിയിൽ കറക്കി എടുക്കുക. അതേ നടക്കുള്ളൂ. അതെ 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 അതെ. ചാറ് നോക്കി ചാറുണ്ടാവില്ല, അത് ഉണങ്ങിയിരിക്കണോണ്ട്. അങ്ങനെ എടുക്കാൻ അത് കിട്ടൂല, ചാറ് കിട്ടൂല. ഫസ്റ്റ് ചക്കയല്ലേ, ചെലപ്പോ അടുത്തത് നന്നാവും. ഇനി നമ്പർ എടുക്കാനായിട്ട് അധികം ചക്ക ഇല്ല. കുരുവാട്ടോ. മനുഷ്യ കൊണ്ടുവച്ച് വേണമെങ്കിൽ തിന്നു. വീട്ടിക്കാട്ടുമ്പൊക്കെ തോമസ് കുട്ടിച്ചാച്ചൻ, വർഗീസ് കുട്ടിച്ചാച്ചനൊക്കെ വെക്കേഷനാ അമ്മ വീട്ടിൽ വന്ന് താമസിക്കുക. അതായത് കുഞ്ഞിച്ചാച്ചൻ്റെ വീടാണല്ലോ ഞങ്ങളുടെ തറവാട്, കുഞ്ഞിച്ചാച്ചയുടെ. അവിടെ വന്ന് താമസിക്കുമ്പോൾ കുഞ്ഞിച്ചാച്ചൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് അവിടുത്തെ പുഴപ്ലാവേന്നൊക്കെ ചക്ക ഇട്ടേച്ച് കുഞ്ഞാച്ചനും കൊച്ചേട്ടന്മാരും പറയണ കേട്ടോ, ഇങ്ങനെ പൊളിച്ച് വെച്ചേച്ചങ്ങ തിന്നൂന്ന്. വേനൊക്കെ ഒരു ചക്ക അങ്ങ് പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിച്ചാച്ചനും ആ 2 ചാച്ചന്മാരും കൂടെ കഴിക്കുന്നു. വയറ് നിറയൂലോ. വയറ് നിറയും. എപ്പോഴും പറയും, ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പുച്ഛായിരിക്കും. കാരണം ഇപ്പൊ ഇങ്ങനത്തെ പഴങ്ങളൊന്നും അല്ലല്ലോ കഴിക്കും. ഇപ്പൊ വിശന്ന് കഴിയുമ്പോ നേരെ പുറത്തേട്ടങ്ങ് പോകും. പിസ്സ, ബർഗർ, ചിക്കൻ, പിന്നെ വേറൊരു സാധനം അൽഫാം, അതെ, കുഴിമന്തി, ഇതൊക്കെ കൂടാതെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട്സ്, പിന്നെ എന്നാക്കെ നീ പേര് പറഞ്ഞു, എനിക്ക് അതിന്റെ പേര് അറിയില്ല. അങ്ങനെയുള്ളതൊക്കെ മേടിക്കുക, കഴിക്കുക. അതെ. ഇപ്പോഴത്തെ പിള്ളേരുടെ ലൈഫ് എൻറ്റയർലി ഡിഫറെന്റാ പണ്ടത്തെ കാലത്തെ വെച്ചിട്ടോ. ഇതിലേക്ക് ഇട്ടാക്കാതിട്ടുണ്ട് ചാക്കി വീണത്. ഇനി നീ കൊണ്ടുപോയി കഴിച്ചോ. ഇങ്ങനെയാന്ന് വെച്ചാ ഞാൻ കുരു വൃത്തിയാക്കി എടുക്കുക. അടുത്ത ആഴ്ച ചക്കക്കുരുവും മുരിങ്ങാക്കോലും കൂടെ വരട്ടാം കേട്ടോ. മുരിങ്ങാക്കോല് മേടിച്ചേ, നല്ല മുരിങ്ങാക്കോല് കിട്ടണം, അതാ ഒരു കുഴപ്പം. വയലേക്കെല്ലാം പോയി. നോക്കിയേ, ഇങ്ങോട്ട് നോക്കാൻ പറ്റില്ല, വിളഞ്ഞീല വയലും. ഇങ്ങോട്ട് നോക്കുവല്ല. ചക്കപ്പഴം ഈ വർഷം കഴിക്കാൻ പറ്റാത്തവരെയും ഈ വർഷം കഴിച്ചവരെയും ചക്കപ്പഴം ഇഷ്ടമുള്ള എല്ലാവരെയും മനസ്സിലോർത്തുകൊണ്ട് ഞാൻ ഈ വർഷത്തിൽ ചക്കപ്പഴം കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും വേഗം കഴിക്കാൻ പറ്റട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ഒരെണ്ണം എടുക്കാം ആദ്യം. കണ്ടോ, നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. മധുരമുണ്ട്. ഇച്ചിരി ഒരു ആവിച്ചു പോയിട്ടുണ്ട്, പക്ഷെ നല്ല മധുരമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഓസ എടുത്തു അവസാനം.
അയ്യോ ഇതിൻ്റെ സപ്പോർട്ടയുടെ ചോട്ടി കിടന്ന ഓസ് എല്ലാം എടുത്ത് ചുരുട്ടി വെച്ചായിരുന്നു എല്ലാം എടുത്ത് പതിവ് നന വേനൽക്കാലത്ത് നന സ്റ്റാർട്ടായി ചെടിയുടെ ഇലക്കൊക്കെ കൊടുക്കണം നനവ്. ഇനി ഉടായ്പ നന പറ്റൂല. ഇനി ബക്കറ്റിൽ കോരി ചോട്ടിൽ ഒഴിക്കണം മാത്രം നടക്കൂല. കാരണം ഇലയ്ക്ക് നനവ് കൊടുത്തില്ലെങ്കിൽ അതിന് ഭയങ്കര ക്ഷീണം, മനുഷ്യരുടെ ക്ഷീണം പോലെ തന്നെയല്ലേ. അത് കാരണം ഇതിലേക്ക് കയറി പിടിച്ചോ. അപ്പൊ മൊത്തം നനയ്ക്കാം. നന കഴിഞ്ഞിട്ടില്ലേ മിറ്റം ഒന്ന് തൂക്കണം. ഒരു വഴിപാട് തൂക്കല് ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ തൂക്കാറില്ല. ഇങ്ങനെ വില നോക്കിയെന്തോ എത്ര തൂത്തട്ടും ഒരു കാര്യമില്ല. ഇത്രയും വൃക്ഷങ്ങള് ചുറ്റും നിക്കുമ്പോഴേ അങ്ങനെ തൂക്കാറില്ല, മിക്കവാറും പറ്റ വൈകുന്നേരം തൂക്കാറ്. പക്ഷെ ഈ മരങ്ങളുടെ ഗുണമൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവണേ. എല്ലാവരും പറയും, ഞാൻ ഉൾപ്പെടെ പറയും, വല്ലാത്ത പാടാ മിറ്റടിക്കാൻ. പക്ഷെ നീ പറഞ്ഞ പോലെ മരങ്ങളുടെ ഗുണം അറിയണമെങ്കിൽ വേനൽ പറഞ്ഞു. അതെ, ഇത്തവണ നേരത്തെ വേനലും കൂടെ ആയതുകൊണ്ട് പറയാനുമില്ല. ആയപ്പോഴത്തേക്ക് മാർച്ച് പോലെ ആയില്ലേ, മാർച്ച് ഏപ്രിൽ പോലെ ആയില്ലേ. ഇവിടെ ശരിക്കും രാത്രിയിലും ഞാൻ പുതപ്പൊക്കെ കാലയിൽ ഇട്ടിട്ടാ കിടന്നുറങ്ങണേ. തണുപ്പുണ്ട്. ഒരു ഉറക്കം കഴിഞ്ഞാൽ നല്ല തണുപ്പാവും. പാതിര കഴിഞ്ഞ ഇവിടെ തണുപ്പുണ്ട്. അതെ അതെ അതെ. ടൗൺ വെച്ച് നോക്കുമ്പോ നല്ല ഇത്രയും ടൗണിലൊക്കെ നമ്മള് വേർത്ത് കുളിക്കും പോയി വന്നു കഴിയുമ്പോഴേക്ക്. മരങ്ങൾ ഇങ്ങനെ നിക്കണോണ്ടേ നല്ല സൗകര്യം. പിന്നെ കുറെ മുറികളും മച്ചിന്റെ ഉണ്ടല്ലോ. അതെ 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 അതെ. ഉണ്ടെങ്കിലും മച്ചുണ്ട്, വാർക്കയുടെ മുകളിലും ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ കുറച്ചൊക്കെ വെയിലിനൊരു ശമനം ഉണ്ട് കൂട്ടോ, ഇല്ലെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വെയിലിന്റെ ഒക്കെ അവിടെ നിന്ന് കുഴപ്പമില്ല. അപ്പൊ അവിടെ കരികില മാറ്റി, അതുകൊണ്ട് ക്ലീനായിട്ട് കഴിയുന്ന പരിസരമൊക്കെ പറയും. ഇവിടെ ഇത് കണ്ടോ, ഞാൻ ഈ ഇലയെല്ലാം തുളർക്ക നനച്ചു കൊടുക്കും. ഇലയ്ക്കും ഇങ്ങനെ ക്ഷീണം സംഭവിക്കും. ചോട്ടിൽ നീ പറഞ്ഞാൽ ഉടായ്പ നനയാൻ കൊണ്ട് ഇനി നടക്കില്ല. ഈ വൈകുന്നേരം ആകുമ്പോഴില്ലേ എവിടെയെങ്കിലും പോയ ഈ നനം മുടങ്ങും. അതാ ഏറ്റവും വലിയ നനം മുടങ്ങാൻ മേല വേനക്ക്. ഇതുപോലെ ചൂട് നമുക്ക് അനുഭവിക്കുമ്പോൾ ഇവർക്ക് എന്തോരം ചൂടായിരിക്കും അല്ലേ ചെടികൾക്ക്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. വൈകുന്നേരം ആയാൽ ഇങ്ങനെ തിരക്കായി. പിന്നെ നല്ല കുളിർമയോടുകൂടി നിൽക്കണോണ്ടോ നനച്ചു കഴിയും. ഇലയ്ക്കൊക്കെ നല്ല. ഇനി കാന്താരിക്ക് ഒഴിക്കാൻ പോണം. ഇവിടെ വെള്ളക്കാന്താരി പൂത്തു, പച്ചയിലുണ്ടായി. രണ്ടും വെള്ളയാന്നും പറഞ്ഞ് നട്ടതാ, ഒന്ന് പച്ചയായി. ഒരു ദൃശ്യം കാണിച്ചു തരാം. ദൃശ്യം അത് കാണിച്ചു കഴിഞ്ഞു എന്തിനെ കാണിക്കാൻ വേണ്ടി മാത്രം വെച്ചോണ്ടിരുന്നത്. ഇത് പറിച്ചു കളയാൻ കിണറ്റിലേക്ക് ഇറങ്ങും. കാണിച്ചു തരാം കേട്ടോ. ഇൻവിസിബിൾ ആണോ? അതെ. പിന്നെ ഇൻവിസിബിൾ അല്ല, വിസിബിളാ. പിന്നെ ദൃശ്യം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എനിക്ക് വായി തോന്നണൊക്കെ ചൂടുകാലത്ത് വരണ്ടേ. ഇവിടെ മുന്നോട്ടോ. അതേ നെറ്റ് ഇട്ടേക്കണം, എങ്ങോട്ട് നോക്കണ്ടതേ. ചെടിയല്ല, പടർപ്പാ, കൊള്ളൂല്ലാത്ത ഏതാണ്ട് സാധനം. ഇത് ഞാൻ നോക്കിക്കേ. ഇവിടെ നിന്ന് ഈ മോട്ടറിന്റെ ഇത് കണ്ടോ, മോട്ടറിന്റെ ഈ നനവ് വെള്ളം വീഴുന്നത് കൊണ്ട് അതിങ്ങനെ പിടിച്ച് പച്ചപ്പായിട്ട് കയറി പോകുന്നതാ. ഇതിങ്ങനെ അടഞ്ഞ ഇതിലിരുന്നിട്ടും ഇത് പിടിച്ചു പോന്നു. ഇത് കണ്ടോ, ഇത് നിന്നെ എടുത്തു വേണമെങ്കിൽ നിന്നെ കാണിക്കാൻ. പടർപ്പേ നിന്നെ കാണിക്കാൻ വേണ്ടി വെച്ചിരുന്ന. ഞാൻ ഇന്നലെ അപ്പോഴും പറഞ്ഞ കളയണ്ട, അവള് പടം എടുത്തിട്ട് നമുക്ക് മാറ്റാം. ഇതിലൊക്കെ സൂഡോ അടിച്ചു വെച്ചേക്കണ കേട്ടോ. അപ്പ അതാണ് വെള്ള നിറത്തിലിരിക്കണേ. സൂഡോമോണാസ് പലർക്കും അറിയാം, കർഷകർക്ക് പലരും അതിനെപ്പറ്റി ഇപ്പൊ പറയുന്നുണ്ട് ഇതില്. അതെ അതെ അതെ. ക്ലീനായി ഒന്നുമില്ല, എന്നെ കാണിക്കാൻ വേണ്ടി വെച്ചിരുന്ന. അപ്പൊ ഒരു സംഗതി കാണിച്ചു തരാം. നേരത്തെ കാണിച്ചേക്കണതാ. പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, എന്തിനാ ഇങ്ങനെ അർക്കേരിയിൽ നിന്ന് ഇറങ്ങണേരത്ത് ടാങ്ക് വെച്ചേക്കണത്. അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വെള്ളം ഒരു വറ്റാറില്ല കിണറ്റില്. പാടത്തിന്റെ ഓരായതുകൊണ്ട് എപ്പോഴും വെള്ളം ഉണ്ടാവും. പക്ഷേ ഏപ്രിൽ മെയ് മാസം ആകുമ്പോ വെള്ളത്തിനൊരു കളർ ചേഞ്ച് വരും. എപ്പോഴും കിണറ്റിലെ വെള്ളത്തിന് അരി എടുക്കത്തുള്ളൂ. അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ഉണ്ട്. 2 മാസത്തേക്കേ ഉള്ളൂ. നല്ല കനത്ത 2 മഴ പെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വൈറ്റ് കളറായി വരും. പാടത്തിന്റെ സൈഡ് ആയതുകൊണ്ടാട്ടത്. പാടത്തിന്റെ അരികത്തോടെ തോട് പോകുന്നുണ്ട്. അപ്പൊ അതിൽ ഈ മഞ്ഞ കളറുള്ള വെള്ളമായിരിക്കും. അതിന്റെ ചേറിന്റെ ഇതായിരിക്കും. അത് കാരണം മുനിസിപ്പൽ വാട്ടറിന്റെ കണക്ഷൻ ഞങ്ങൾ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് മുനിസിപ്പൽ വാട്ടർ വേനൽക്കാലത്ത് 1.5 ദിവസം വെള്ളം വരുമോ. ഇപ്പൊ വെള്ളം വരുമ്പോ വേനലാകുമ്പോഴത്തേക്കും ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്തിനാന്നും പറയാം. ഭക്ഷണ കാര്യങ്ങളൊക്കെ പാചകം ചെയ്യാനെടുക്കും. ഞാൻ പറഞ്ഞില്ലേ 2 മാസം വെള്ളത്തിന് കളർ ചേഞ്ച് ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ വീട്ടാവശ്യത്തിന് ഈ വെള്ളം ഉപയോഗിക്കണം. 2 ടാങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ഇതിലെയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിലേയും സ്റ്റോർ ചെയ്ത് വെക്കും. ഇൻ കേസ് ആവശ്യം വന്നായി എടുക്കും കേട്ടോ. അപ്പൊ ഇതിനകത്ത് 2-3 ദിവസം മുമ്പ് ഇതിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ടായിരുന്നു. ഇപ്പൊ കളർ ചേഞ്ച് ഒന്നും ആയിട്ടില്ല. പക്ഷെ വെള്ളം വന്നതനുസരിച്ച്
ഞാൻ അപ്പയോട് പറഞ്ഞാൽ ഇതിലുള്ള വെള്ളം ഈ ടാങ്കിലേക്ക് കോരി മാറ്റി. അപ്പയാ മാറ്റിയത്. ബക്കറ്റ് കൊണ്ട് മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ ക്ലീൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇതേ ഓസ് ഇട്ടിട്ടുണ്ട്, ഓസ് ഇക്കടെ ഇതിലേക്ക് ടാങ്ക് നിറച്ചു വെക്കാം. അപ്പൊ പിന്നെ വെള്ളം വരുന്നതൊന്നും നോക്കി നമ്മൾ ഇരിക്കണ്ടല്ലോ. ഏത് സമയത്ത് വന്നാലും വന്നില്ലെങ്കിലും വിഷയമില്ല. ഇതിൽ നിറച്ച് കിടക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോ വീട്ടുപയോഗത്തിന് എടുക്കാം. ഞങ്ങൾ വീട്ടുപയോഗത്തിന് മാത്രം കേട്ടോ, മുനിസിപ്പൽ വാട്ടർ അല്ലേ എടുക്കുള്ളൂ. ഞങ്ങള് മിനിമം ഒരു 2 മാസം കൂടുമ്പോ ബില്ല് വരും. പക്ഷെ ആ ബില്ല് തന്നെ നോക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് പൈസ അങ്ങ് അടച്ചിട്ടേക്കും. അപ്പൊ 2 മാസം കൂടുമ്പോ റീഡിങ് നോക്കി വെച്ച ഒരു ബില്ല് തരും. അപ്പൊ പേയ്മെന്റ് ഉണ്ടാവും. പേയ്മെന്റ് നേരത്തെ മുൻകൂർ അടയ്ക്കുന്നത് കൊണ്ട് അന്നേരം ബാലൻസ് കിടക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ പതിവ്. ഞങ്ങളുടെ കാര്യം പറഞ്ഞതാട്ടോ. അപ്പൊ ദേ ഈ ടാങ്ക് കഴുകി നീറ്റ് ആക്കിയേക്കണമെന്ന് കണ്ടേരെ. വെള്ളം കളക്ട് ചെയ്ത് വെച്ചേക്കണം. ഞാൻ കഴുകിയതാ. ഓ, ഈ ടാങ്ക് മൊത്തം? മൈ ഗോഡ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഇച്ചിരി മെനക്കേട്. പക്ഷേ പിന്നെ ഏപ്രിൽ മാസം ആവുമ്പോഴത്തേക്കും വെള്ളം മോശമാവുമ്പോ വെള്ളം കഴുകാൻ നോക്കിയിരുന്നു. കഴുകണമെന്ന് എടുക്കണ്ടായിരുന്നു. ഒരു തവണ അവള് പിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് പറയാട്ടെ, കഴുത്തായി അപ്പൊ ഇങ്ങനെ ചെരിച്ചിവിടെ കിടത്തിയിട്ട് കഴുത്തതിനകത്തേക്ക് കയറ്റിപ്പോയി ശ്വാസം മുട്ടുന്നു. ഞാൻ പറഞ്ഞു എന്റെ കഴുത്ത് കയറി ഏതായാലും ശ്വാസം മുട്ടുമില്ല. ലാസ്റ്റ് ഊരി പോരാൻ പറ്റിയില്ലെങ്കിൽ അറക്കേണ്ടി വരും. എന്റെ കഴുത്ത് അത്രയും വലിപ്പമുണ്ടോ? അപ്പൊ ഞാനിങ്ങനെ വെച്ചേച്ചേ അപ്പൊ ഒരു കോലയിൽ ഒരു തുണി കെട്ടിത്തന്നു. എന്നിട്ട് ആ തുണിയും കൊണ്ട് നിനക്കറിയാലോ, പണ്ട് നമ്മൾ കാണിച്ചു. അപ്പൊ അതും കൊണ്ട് ഒപ്പുമ്പോ മാലിന്യമുള്ള കരണ്ട് പിടിച്ച വെള്ളം എല്ലാം ഒപ്പി ആദ്യം ഉള്ള വെള്ളമൊക്കെ അതിനകത്തേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് സ്റ്റോർ ചെയ്തേച്ച് അടിയിൽ മാലിന്യം ഉള്ളതൊക്കെ ഇങ്ങനെ മാറ്റി റെഡിയാക്കി പിന്നെ നല്ല വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ച് സ്റ്റോർ ചെയ്ത വെള്ളം. വേനലിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻ എങ്ങനെയുണ്ട്? പിന്നെ പിടികിട്ടി. അതൊന്ന് പിടിക്കേണ്ടതായിരുന്നു. പക്ഷെ അപ്പൊ അത് കഴുകിക്കൊണ്ടിരുന്നപ്പോ ഒരാളിവിടെ വന്ന്, ആരാന്ന് ഞാൻ പറയൂല, ആ വന്നയാള് ചോദിച്ചു ചേച്ചി എന്നെ കാണിക്കണേ. ചേച്ചി ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. ആള് പോയി. പിടിക്കേണ്ടതായിരുന്നു. അതൊരു നഷ്ടമായി പോയി. നേരത്തെ തന്നെ ക്ലീനിങ് അത് നേരത്തെ അല്ലേ, കഴിഞ്ഞ വർഷം വേനലിന് മുമ്പുള്ള പ്രിപ്പറേഷൻ. അപ്പൊ ഇതാണ് ടാങ്ക്. വൃത്തികേടായിട്ട് കിടന്ന ഫ്രണ്ട് മാത്രം കുറച്ച് കരിവിൽ അടിച്ച് നീക്കിട്ടോ. ഈ എല്ലാ ദിവസവും ചെയ്യണതാട്ടോ വൈകുന്നേരം. ഞാൻ പറഞ്ഞില്ല, അരികും മൂലേനും ചേർത്തല്ല അടിക്കണ, വീണോണ്ടേ ഇരിക്കുക. എങ്കിലും ഒരു ഐശ്വര്യം വേണ്ട വീടിനാ ഇങ്ങനെ ഈ കരികിലെ വീണ് കിടക്കണം. വന്നവര് വരുമ്പോഴേ ചെയ്യാറുള്ളെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, ഇത് കൂട്ടിയേച്ച് എന്നെ ചെയ്യണേന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ പരിപാടി. അയ്യോ, നിന്റെ രാത്രിന് വെള്ളം ഒഴിച്ചില്ലല്ലോ, ഇവിടെ പോകാനുണ്ട്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്നാ ചെയ്യണേന്ന്. എൻ്റെ പുറകെ പോരാട്ടോ. ഇത് കൂടി കഴിയുമ്പോ വാരി കഴിയുമ്പോ ഇല്ല, അവിടെ എങ്ങനെ ഇച്ചിരി വരാനുണ്ട്. ഇത്ര പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ, ഇലയിലൊക്കെ കിടക്കും. ബാ, ഇവിടെ കരിയില ഇട്ടിട്ടുണ്ട് രണ്ടിന്. ഈ കരിയില കുറെ ഇട്ട് കഴിയുമ്പോഴില്ലേ, കുറച്ച് കഴിയുമ്പോ കരിയില അങ്ങ് അമങ്ങിപ്പോകും. അന്നേരം വീണ്ടും വീണ്ടും അതിന്റെ ചോട്ടിൽ കൊണ്ടുപോയിടും. ബാ, കാണിച്ചു തരാം. നിന്റെ നീ അവിടെ നിന്നാലും മതി വേണമെങ്കിൽ. ഇതിലൊന്ന് പൊടി എടുക്കത്തിലേക്ക് വരണം. അവിടെ നിന്ന് ഇതിന്റെ ഉച്ചവാല എന്റെ ചോട്ടിൽ ഓൾറെഡി ഉണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ പടിഞ്ഞാറ് വശം ആയതുകൊണ്ടേ കണ്ടമാനം വെയിലേറടിക്കും. ഇതിന്റെ ചോട്ടിലേക്ക് എന്തിനാണ് ഇങ്ങനെ കരിയില ഇടുന്നത്? കരിയില ഇടുന്നത് നമ്മൾ വെള്ളം ഒഴിക്കും ചെടികൾക്കൊക്കെ. അപ്പൊ മണ്ണിൽ നിൽക്കണ ഇതിനെല്ലാം ഡയറക്റ്റ് വെയിലടിക്കുന്നതിന് കരികില ഇട്ടേച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തണുപ്പ് നിൽക്കും. പക്ഷെ എല്ലാവരും ശ്രദ്ധിച്ചോളണം, കരികില ഇട്ടേച്ച് നമ്മൾ വെള്ളം ഒഴിക്കാനൊക്കെ പോകുമ്പോ സന്ധ്യ സമയത്തൊന്നും പോയി വെള്ളം ഒഴിക്കരുത്. എന്നാന്ന് വെച്ചാ തണുപ്പിന്റെ ഇടയിൽ പല ജന്തുക്കളും വന്നിരിക്കുക. ജന്തുക്കളാ വേനലാകുമ്പോ പ്രത്യേകിച്ച് മാളങ്ങളിൽ ഇരിക്കൂലല്ലോ ചൂട് കൊണ്ട്. അപ്പൊ തണുപ്പുള്ളയിടം നോക്കി ഇങ്ങനെ നടക്കുമായിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. ഞാൻ സന്ധ്യക്ക് മുമ്പ് പറമ്പിലുള്ള ഇങ്ങനെയുള്ളതിനൊക്കെ ഒഴിക്കണ്ടേ. മാംഗോസ്റ്റിൻ അത് ചിലപ്പോ ഈ വർഷം പൂവിടുമായിരിക്കും. മറ്റേ മാംഗോസ്റ്റിൻ ഈ മാംഗോസ്റ്റിൻ വലുതായി. ഒരു കാര്യം ചെയ്യാനുണ്ട്. ഇവിടെ നിന്ന് കരികില ഇട്ടേക്കണ അമ്മയല്ല, അവരിട്ടത്. അത് സൂക്ഷിച്ചാ അങ്ങനെയൊക്കെ കാണിക്കണം കേട്ടോ. ഈ ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഒന്നും അവിടെ കിടക്കില്ല. നനവില്ല, ഇനി വെള്ളം ഒഴിക്കണം. ഇനി വെള്ളം ഒഴിച്ചില്ല, വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കേ നല്ല പരിപാടി ഉണ്ട് അകത്ത്. ചാമ്പ പൂത്തിട്ടുണ്ടല്ലോ. സൂം ചെയ്തിട്ട് കിട്ടുമോ നോക്കട്ടെ കേട്ടോ. ഞാൻ അപ്പൊ ഇവിടെ തീട്ടപ്പോ വളരെ സൂക്ഷിച്ച് വന്ന് നിൽക്കുമായിരുന്നു ഇതിലേക്ക് തീ മാറാതിരിക്കാൻ. പക്ഷെ വെള്ളം തളിച്ചേച്ചാ തീ ഇടണതാ.
ഇച്ചിരി മാംഗോസിന് വെള്ളം ഒഴിക്കും കേട്ടോ. എന്നിട്ട് അകത്ത് വന്ന് നമുക്ക് മറ്റത് പൊളിക്കാം. അതെ, വരാം. രാവിലെ കഴുകിയിട്ടിട്ട് ഇത് അപ്പഴേ തലയെ കെട്ടുന്ന തുണിയാട്ടോ. അതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയൂട്ടോ. അപ്പൊ പുല്ലും ഇത് എന്റെ നൈറ്റി. അപ്പൊ നടക്കാൻ പോണ ഷർട്ട്. ഞാനൊരു രസം കാണിച്ചു തരാട്ടോ. ഒന്നും പറയിട്ടില്ല, വീഡിയോ വരുമ്പോ കണ്ടാ മതി. അപ്പൊ നടക്കാൻ പാടില്ല അതൊക്കെ എടുത്താ അമ്മയുടെ കാര്യം തീർന്നു. ഇത് പറയണേ, ഇത് അപ്പക്ക് നടന്ന് സ്പീഡിലല്ലേ രാവിലെ നടക്കുമ്പോ, നടന്നു കഴിയുമ്പോ ഉറക്കം പറഞ്ഞോ, നടന്നു കഴിയുമ്പോ കണ്ണാടിന്ന് ഇങ്ങനെ വെള്ളം വന്ന അപ്പക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാ. അപ്പൊ കണ്ണാടി ഉരിയാച്ച് തുടക്കാൻ വെച്ചോ. കോട്ടൺ തുണി വേണോന്നോ, എന്താ പർപ്പസ് ചോദിക്കും. അന്നേരം പറയും ഇതാ പർപ്പസ്. അപ്പൊ ഞാൻ കീറി കൊടുക്കും ഒറിജിനൽ കോട്ടൺ. എന്റെ ഹൗസ് കോട്ടിന്റെ അലക്കി പഴയതാകുമ്പോ ഒരുപാട് കോട്ടൺ തുണികൾ ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. പല ആവശ്യങ്ങൾ നമുക്ക് വരൂലേ, അപ്പൊ അതിൽ നിന്ന് കീറി കീറി കൊടുക്കണം നല്ല പോഷൻ നോക്കി. അപ്പൊ അതാണ്, ഇനി ഇതൊക്കെ എടുത്ത് വെക്കണം. ഓക്കെ, ഇത് മടക്കി എടുക്കാട്ടോ. 6:45. അപ്പൊ കുക്കിംഗ് അല്ലാതെയുള്ള അമ്മയുടെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറേ കണ്ടു. ദേ അവസാനം ഇനി വീഡിയോയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് റെസ്റ്റിംഗ് ടൈമാണ്. അതെ 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 അതെ. ഇനിയിപ്പോ വേറെ പരിപാടി ഒന്നുമില്ല. വൈകിട്ടത്തേക്കുള്ള കറി ഓൾറെഡി ഉണ്ടാക്കി വെച്ചു. ചപ്പാത്തി വാങ്ങിക്കുവായിരുന്നു. കുക്കിംഗ് ഡേ ആയതുകൊണ്ട് ചപ്പാത്തി ഉപയോഗം ഇല്ല. കഞ്ഞിയാണ് വൈകിട്ട് നോയമ്പായതുകൊണ്ട്. ഇന്ന് ചപ്പാത്തിക്ക് വേണ്ടി ഒരു വെജ് കറി ഉണ്ടാക്കിയത് കാരണം ചപ്പാത്തി പുറത്തുനിന്ന് അപ്പൊ വാങ്ങിച്ചോണ്ട് വന്നു. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ റോസ്റ്റ്. അത് വൈകിട്ട് സെർവ് ചെയ്യുമ്പോ കാണിക്കാം. എനിക്ക് വിശ്രമം. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ.